ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് നമ്മുടെ റെസ്റ്റോറൻറ്റിലൊക്കെ ലഭിക്കുന്ന അതേ ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുവട വളരെ ഈസിയായി നമുക്ക് വീട്ടിൽ തയ്യാറാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഉഴുന്നുവടയാണ്. ഉഴുന്നുവടയ്ക്കായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് 1 കപ്പ് ഉഴുന്നാണ്. അത് ഞാൻ 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത ശേഷം വെള്ളം ഊറ്റി വെച്ചേക്കുകയാണ്. അതിലേക്ക് ചേർക്കുന്നത് 20 കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു വലിയ പച്ചമുളക് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 2 കൊന്ത് കറിവേപ്പില, 10-20 കുരുമുളക്. അതിലേക്ക് 3 ടീസ്പൂൺ അരിപ്പൊടി കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. 1 കപ്പ് ഉഴുന്നിൻ്റെ പകുതി ഞാനൊരു മിക്സിയുടെ കൊച്ചു ജാറിലിട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് അടിച്ചെടുക്കാം. ഉഴുന്ന് നമ്മൾ ആട്ടിയെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് വേണം നമ്മൾ ഉഴുന്ന് ആട്ടിയെടുക്കാൻ. 10 മിനിറ്റ് നമ്മുടെ ഈ മാവ് ഞെവിടി നമുക്കൊന്ന് മാറ്റി വെച്ചേക്കാം. റെസ്റ്റ് ചെയ്യാൻ നമ്മൾ 10 മിനിറ്റ് വെച്ച മാവ് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കാം. കുരുമുളക്, കറിവേപ്പില, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു നുള്ളു സോഡാപ്പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വട പൊരിച്ചെടുക്കാനായിട്ട് നമുക്ക് പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വട ഷേപ്പ് പിടിച്ച് ഇതിലേക്ക് ഇടാം. വട ഷേപ്പ് പിടിക്കാനായിട്ട് ഒരു ബൗളിൽ ഞാൻ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. കൈ ആദ്യം ആ ബൗളിലെ വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ഇതേപോലെ ബാക്കിയുള്ള വടകൾ നമുക്ക് ഷേപ്പാക്കി എണ്ണയിൽ വറുത്തു കോരാം. നമുക്ക് വടയൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. വട റെഡിയായിട്ടുണ്ട്. നമുക്കിതൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ ഉഴുന്നുവട റെഡിയായിട്ടുണ്ട്. വളരെ ക്രിസ്പിയായും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉഴുന്നുവടയാണ്. നല്ല തേങ്ങാ ചമ്മന്തിയായിട്ടൊക്കെ കൂട്ടിക്കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്താൽ മാത്രം പോരാ, ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.